ഡൽഹി കേരള ഹൗസിന് ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഡൽഹി പോലീസ് പരിശോധന ആരംഭിച്ചു. കേരള ഹൗസിലെ ക്യാൻറ്റീനിൽ ഡൽഹി പോലീസ് പരിശോധന തുടരുകയാണ്. ധനസുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. ധനസുമോദ്, കേരള ഹൗസിൽ എവിടെ ബോംബ് വെച്ചെന്നാണ് ഭീഷണി വന്നിരിക്കുന്നത്? ഒപ്പം തന്നെ ഈ പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു? പരിശോധന ബോംബ് സ്ക്വാഡുകളും പോലീസ് നായകളും അടക്കം വന്ന് കേരള ഹൗസിൽ പരിശോധന നടത്തുകയായിരുന്നു. സാധാരണ ഡൽഹി പോലീസ് പറയുന്നത് സാധാരണ ഉള്ള ഒരു പരിശോധനയുടെ ഭാഗമായിട്ടുള്ള ഒരു റിസർച്ച് മാത്രമാണ് നടക്കുന്നത്. കാരണം ഗവർണർ വരുന്നതുകൊണ്ടുള്ള പരിശോധനയാണെന്നാണ് പറയുന്നത്. പക്ഷേ സാധാരണ പരിശോധന നടത്തി കഴിയുമ്പോൾ ഈ അടച്ചിട്ട മുറികൾ തുറന്ന് പരിശോധിക്കുകയോ അല്ലെങ്കിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലോ കാൻറ്റീനിലോ ഒന്നും പരിശോധന നടത്താറില്ല. മാത്രമല്ല കേരള ഹൗസിൻ്റെ ഉള്ളിൽ ഈ കാൻറ്റീൻ ഭാഗത്ത് പോലും ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത് എന്നുള്ള ഒരു പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വന്നവരെ പോലും റോട്ടിൽ നിർത്തിയതിനു ശേഷമായിരുന്നു പരിശോധന നടത്തിയിരുന്നത്. ഒരു 3 മണിക്കൂറാണ് ഈ പരിശോധന തുടർന്നത്. രാജ്യവ്യാപകമായി ജാഗ്രത ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലെ ഒരു ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് കൂടുതൽ കേന്ദ്രങ്ങളിൽ ബോംബ് പൊട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സന്ദേശം ഡൽഹി പോലീസിനാണ് കിട്ടിയത്, കേരള പോലീസിനല്ല. ഡൽഹി പോലീസിന്റെ കിട്ടിയതിന് പ്രത്യേകിച്ച് ഒരു കേരള ഹൗസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ജന്തർ മന്ദർ റോഡിലാണ് ഈ കേരള ഹൗസ് നിൽക്കുന്നത്. മാത്രമല്ല പാർലമെന്റിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രമാണ് കേരള ഹൗസ് ഏറ്റവും അടുത്ത ഒരു ഹൗസ് കേരള ഹൗസ് ആണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം വളരെ ശക്തമായി തന്നെ തുടരുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരള ഹൗസിൽ പരിശോധന നടത്തിയത്. പക്ഷേ പരിശോധനയിൽ നിന്നും സംശയാസ്പദമായ ഒരു വസ്തുക്കളും കണ്ടുകിട്ടിയിട്ടില്ല. ഓക്കെ.